ഷാഫി, നമ്മുടെ സ്വാതന്ത്ര്യദിനം മറ്റന്നാളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? തീർച്ചയായിട്ടും ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇത് എവിടം വരെ പോകുമെന്ന്. അതെ, നമ്മുടെ വന്ദേ മാതരത്തിൻ്റെ സെക്കുലർ വരികളെ മറികടന്ന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത വരികൾ കൂടെ കൂട്ടിച്ചേർത്ത് അതും നമ്മുടെ സ്കൂളിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് പാടാൻ പറയുകയാണ് നമ്മുടെ സർക്കാർ. കാരണം ഞാനിങ്ങനെ നിന്ന് ആലോചിക്കായിരുന്നു, നരേന്ദ്രമോദിയും അമിത്ഷയും പോലും പറഞ്ഞിട്ടില്ല വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കാൻ. അതായത് തീവ്ര ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ ഭരിക്കുമ്പോൾ ആ ഭരണകൂടം പോലും പറയുന്നില്ല വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കാൻ. പക്ഷേ ഇങ്ങ് കേരളത്തിൽ, അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും സംഘപരിവാറിനൊരു കിട്ടാക്കനിയാണെന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത്, ആ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ചും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു സർക്കാർ പറയുകയാണ് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണമെന്ന്. ശരിക്കും വന്ദേ മാതരം എന്നുള്ളത് നമ്മുടെ ദേശീയ ഗീതമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ വന്ദേ മാതരം ആലപിക്കുന്നതിൽ മുസ്ലിം മതവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ക്രിസ്തു മതവിഭാഗങ്ങൾക്കും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരൊക്കെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളോട് വന്ദേ മാതരം ആലപിക്കുമ്പോൾ അതിൽ നമ്മുടെ ഇന്ത്യയെ ദേവിയായിട്ട് കണക്കാക്കാനും അതിനോട് സമർപ്പിക്കാനും ഒക്കെ പറയുന്നൊരു സാഹചര്യം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വന്ദേ മാതരം ആലപിക്കുന്നതിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിർപ്പുള്ളത്. പക്ഷേ ഈ വന്ദേ മാതരം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടോ നമ്മുടെ മുഖ്യമന്ത്രി ഒരു സംഘപരിവാർ നിഴൽ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം സതീശൻ സർക്കാർ കേരളത്തിന് BJPക്ക് വിട്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. എനിക്കങ്ങനെയാണ് ഇത്രയും നാൾ കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. 3 മാസം കൊണ്ട് ശരിക്കും പക്കാ സംഘപരിവാർ പ്രൊപ്പഗാണ്ടകൾ പലതും നടപ്പിലാവുന്നു. ഏറ്റവും അവസാനത്തെ ഒരു പ്രൊപ്പഗാണ്ട വന്ദേ മാതരം നടപ്പിലാവാൻ, അതും ഗവർണർ പോലും പറഞ്ഞിട്ടില്ല ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കാൻ. സതീശൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി അങ്ങ് ഇറക്കുകയായിരുന്നു. അപ്പോൾ ഈ വന്ദേ മാതരം ആലപിക്കുന്ന ആദ്യമായിട്ട് വന്ദേ മാതരം സതീശൻ സർക്കാരിൻ്റെ കാലത്ത് വന്നതെന്നാണെന്ന് ഓർക്കുന്നുണ്ടോ? ശരി, അതെ, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിന്റെ ഫുൾ വരികളും പാടി അവിടെ നിന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും അത് ഏറ്റു ചൊല്ലുകയും ചെയ്തു. അപ്പോൾ അത് അന്ന് അവിടം തൊട്ട് ശരിക്കും വന്ദേ മാതരത്തോടുള്ള VD സതീശൻ്റെ ഒരു പ്രണയം എന്ന് പറയുന്നത് ശരിക്കും സംഘപരിവാറുമായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഡീലിൻ്റെ ഭാഗമാണെന്നുള്ളതൊന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്തു പോകണം. അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. രണ്ടാമത്, സംഘപരിവാറുകാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് ഈ വന്ദേ മാതരം മാത്രമല്ല, അതുകൂടാതെ പല വിഷയങ്ങളിലും സംഘപരിവാർ ഐഡിയോളജികൾ പല രീതിയിൽ, പല കോലത്തിൽ, പല ഭാവത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഗവൺമെൻറ് പ്ലീഡർ തസ്തികയിലേക്ക് സംഘപരിവാറുകാരനായിട്ടുള്ള DS ശരത്തിനെ കൊണ്ടുവന്നതും. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പറയട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് വന്നിട്ടുള്ള ആളുടെ ഒരു രാഷ്ട്രീയവും അയാളുടെ ഒരു മാധ്യമ പാരമ്പര്യവും അറിയാമല്ലോ. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്ന റോയ് മാത്യുവിനെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് കൊണ്ടുവരുന്നു. ഇതിലൂടെ എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രവുമല്ല, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് BJPയുടെ മധ്യമേഖലാ പ്രസിഡൻ്റായിട്ടുള്ള N ഹരി വരുന്നു. ആ ഭാഗത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബോർഡ് തലങ്ങളിലേക്ക് ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ടായിട്ടും എങ്ങനെ ആ ഭാഗത്ത് BJP നേതാവായിട്ടുള്ള N ഹരി പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടം തൊട്ടിങ്ങോട്ട് ശരിക്കും സത്യപ്രതിജ്ഞ ചെയ്ത ദിവസത്തെ വന്ദേ മാതരം മുതൽ ഇങ്ങോട്ട് പക്കാ സംഘപരിവാർ പ്രൊപ്പഗാണ്ടകളാണ് നമ്മുടെ മുഖ്യമന്ത്രി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും യാതൊരുവിധ തർക്കവുമില്ല. ശരിക്കും ഇപ്പോൾ മാധ്യമങ്ങളെ പോലും
ഈ രീതിയിൽ കൂച്ചുവിലം ഇടാനായിട്ടാണ് ഇത് സംസാരിക്കുന്നതോടുകൂടി ഒരുപക്ഷെ നമ്മളും നാളെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ അതൊക്കെ റിമൂവ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ രാജാവാണ്, എന്നെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാർഷ്ട്യവും അതിനോടൊപ്പം പക്കാ സംഘപരിവാർ അജണ്ടകളെ, ഒളി അജണ്ടകളെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മുഖ്യനായിട്ട് ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ മാറി എന്നുള്ളതാണ്. എന്താണ് കാവ്യയ്ക്ക് തോന്നുന്നത്? കഴിഞ്ഞ സർക്കാർ, ഈ സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അതുപോലെയുള്ള കാര്യങ്ങളാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ MG സർവകലാശാലയിലെ സെനറ്റിൽ 30ഓളം പേരെയാണ്, അതും 30ഓളം പേരും BJP പ്രവർത്തകരാണ്. അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയിലെ VC, ഇവരൊക്കെ BJP അനുഭാവികളാണ്. ഇത്രയും പേരെ തിരികെ കയറ്റിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആർക്ക് വേണ്ടിയാണ് ഈ സതീശൻ സർക്കാർ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ഒരു നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമ്മുടെ സർവകലാശാലകളിലെ VC-മാർ മാത്രമല്ല, പല മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലേക്കും BJPയും RSSുമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞോ തെളിഞ്ഞോ ബന്ധമുള്ള ആളുകൾ കയറി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ അധികാരത്തിലെത്തുന്നതിന് മുൻപ്, കാവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, നമ്മുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് ഏതാണ്ട് 2 ദിവസം മുൻപ് വി.ഡി. സതീശൻ ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ചർച്ചയായ വിഷയമാണത്. ആ യാത്രയിൽ അദാനി ഗ്രൂപ്പിൻ്റെ ചാർട്ടേഡ് വിമാനത്തിലാണ് അന്ന് വി.ഡി. സതീശൻ പോകുന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ, സത്യപ്രതിജ്ഞ നടന്നതിന് തൊട്ട് പിന്നാലെ നമ്മുടെ തുറമുഖത്തെ, വിഴിഞ്ഞം തുറമുഖത്തെ ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് വേണ്ടിയിട്ട് തീരെഴുതി കൊടുക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ സംഘപരിവാറുകാരായിട്ടുള്ള, അന്ന് അവിടെ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള, RSSുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളുമായിട്ട് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു 100 സീറ്റിന് മുകളിൽ എത്തുന്നുവെന്ന്. അപ്പോൾ ഇതെല്ലാം വളരെ മുൻപ് തന്നെ സംഘപരിവാറുമായിട്ട് ചർച്ച ചെയ്ത് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊന്ന് സംശയിച്ചു പോകേണ്ട കാര്യമാണ്. എന്താണെങ്കിലും വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഇപ്പോൾ സംഘപരിവാറിൻ്റെ അജണ്ടകളെ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വന്ദേ മാതരം വന്നു, ഇനി നാളെ സവർക്കറെ സ്കൂളിലേക്ക് എത്തിക്കുന്നത്, അതിനോട് എങ്ങനെ യോജിക്കുന്നത് കാവ്യ? വി.ഡി. സവർക്കർ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ പോകുന്നൊരു കാലഘട്ടത്തിലാണ് ഇനി ഞാനും കാവ്യയൊക്കെ ജീവിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്തുവാന്നുള്ള നാടകം പോലെയൊക്കെ തോന്നുന്നു. ഇത് വി.ഡി. സവർക്കറെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇടുകയാണ് ആര്? നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തൊരു ക്വിസ് മത്സരത്തിൽ സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട് നാളെ ഗാന്ധിജി ഒന്നും ആരും അല്ലാതെ ആവും. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നാളെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദി ഗാന്ധിയെ വെടിവെച്ച് കൊന്നത് അല്ല, ഗാന്ധി സ്വയം വെടിയേറ്റ് മരിച്ചതാണെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ചരിത്രങ്ങൾ എത്തുമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എന്താണ് കാവ്യ അത് തോന്നുന്നു? ഇനിയുള്ളൊരു മുന്നോട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൂടി ഈ സംഘപരിവാർ കടന്നു വന്നാൽ എന്താവും? കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും കൂടുതൽ അപകടങ്ങൾ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ PM ശ്രീ തന്നെ നടപ്പിലാക്കാൻ പോവുകയാണ്. അധികാരത്തിലേറുന്നതിന് മുൻപ് PM ശ്രീക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ച ആളുകളാണ് ഇപ്പോൾ ഭരിക്കുന്നവർ. ഇപ്പം ഭരണത്തിലേറിയപ്പം അവരുടെ നിലപാടെന്താണ്? ഈ KM ഷാജിയെ പോലുള്ളവരൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നത്? അന്ന് KM ഷാജി പറഞ്ഞത്, അതായത് PM ശ്രീ അറബിക്കടലിൽ എറിയും, ചവറ്റുകുട്ടയിൽ എറിയും PM ശ്രീ എന്ന്. പക്ഷേ PM ശ്രീ വന്നതിന് ശേഷം KM ഷാജിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ആ സമയത്ത് പറഞ്ഞതെന്ന്. അപ്പോൾ അതൊക്കെ ഒരു സർക്കാസത്തിൽ, ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോയതാണെന്ന്. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കുന്ന ഒരു നിലപാട് ഇങ്ങനെ സ്വീകരിക്കുന്നു. വന്ദേ മാതരം, അതായത് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെന്നല്ല, നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള പ്രാരംഭ പരിഗണനയായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുന്ന രീതിയിൽ PM ശ്രീ നടപ്പിലാക്കുന്നു. വന്ദേ മാതരം എന്നുള്ളതിനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. സർവകലാശാലകളിലേക്ക് സംഘപരിവാറിൻ്റെ VC-മാർ കടന്നു വരുന്നു. മുൻപ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 1-2 പേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒറ്റയടിക്ക് 30 പേരെ
പാതയിലേക്ക് തിരികെ കയറ്റുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഗൗരവകരമാണ്. അതുപോലെ തന്നെ വന്നിട്ടുള്ള നിലവിൽ മാധ്യമങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ഈ രീതിയിലുള്ള പൂട്ടുകൾ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ സതീശൻ സർക്കാർ ഒരു സംഘപരിവാർ നോമിനിയായി മാറുന്നുണ്ടോ നമ്മൾ എന്നുള്ളത്. വിട്ടുപോയൊരു വേറൊരു കാര്യമുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വലം കൈയായിരുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണിപ്പോൾ VD സതീശൻ സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറലായി പ്രവർത്തിക്കുന്നത്. രത്തൻ യു ഖേൽക്കറിൻ്റെ നിയമനവും നമ്മളൊന്ന് ചർച്ച ചെയ്തു പോകേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് രത്തൻ യു ഖേൽക്കറെ നിയമിക്കുന്നു. ഇതുപോലെ പക്കാ സംഘപരിവാറുകാരെ മുഴുവനായിട്ടും നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു നിഴൽ സർക്കാരായിട്ട് സംഘപരിവാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും VD സതീശൻ എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്ന RSSനെ എതിർക്കുന്ന ഒരാളാണ് എന്നുള്ളത്. പക്ഷേ RSSനെയും BJPയെയും തൊട്ടും തഴുകിയും തലോടിയും മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിലവിലത്തെ സർക്കാരിൻ്റെ ഈ വന്ദേ മാതരത്തോട് എന്താണെങ്കിലും നമുക്ക് ഐക്യപ്പെടാൻ വേണ്ടി കഴിയില്ല. കാരണം ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനോടൊപ്പം നിൽക്കാനാവില്ല. നമ്മളുടെ ശബ്ദം എപ്പോഴും എതിർചേരിയിൽ തന്നെ ആയിരിക്കും. അതെ.